ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? ജീവിക്കാൻ. അപ്പൊ ജീവിക്കുന്ന എന്തിനാ? മരിക്കാൻ വേണ്ടിട്ടാ. കൊറേ റിയാലിറ്റികള് മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാല് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഡെവലപ്മെന്റ് ആക്കിയാൽ ഇതേപോലെ കിടന്ന് ബിസിനസ് ചെയ്യാം. ഞാനും സത്യം പറഞ്ഞാൽ ഓടി നടന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കിടന്ന് ബിസിനസ് ചെയ്യാം. ഇത് ഡ്യൂപ്ലിക്കേറ്റാ. കൈവാച്ച്, മോതിരം, കല്ലുകള്, നവരത്നം അന്വേഷിച്ചപ്പോ ഒറിജിനൽ എന്നാണ് അറിയാൻ പറ്റിയത്. ഇതും ഡ്യൂപ്ലിക്കേറ്റ്. ഇനി വാച്ച്, അതും ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാല് ഈ കണ്ണാടി ഇതാ, ഈ ഗ്ലാസ്, ഇത് ഏതെങ്കിലും കമ്പനിയുടെ കോപ്പി ആയിരിക്കും. അത് എന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വലിയ റേറ്റ് വന്നിട്ടില്ല. 750. ബിസിനസ് എന്ന് പറഞ്ഞാല് ഹയർ ലെവലിലെ ബിസിനസ്സും ഉണ്ട്, മിഡിൽ ലെവലിലെ ബിസിനസ്സും ഉണ്ട്, ലോ ലെവലിലെ ബിസിനസ്സും ഉണ്ട്. ഹയർ ലെവലിലെ ബിസിനസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടന്ന് ബിസിനസ് ചെയ്യും. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്ന അതിലേക്ക് എന്ന് കരുതി മിഡിൽ ലെവലിലെ ബിസിനസ് ചെയ്യില്ല എന്നല്ല കേട്ടോ. മിഡിൽ ലെവലിലെ ബിസിനസ്സും ചെയ്യും. അതാകുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. ലോവർ ലെവലിലെ ബിസിനസ് അതും ചെയ്യണം. അതൊക്കെ ചെറുതായിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഹയർ ലെവലിലെ ബിസിനസ്സിലേക്കാണ് എൻ്റെ ഫോക്കസ്. കടന്ന് ബിസിനസ് ചെയ്യാം. അപ്പൊ അതിന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പിറകിലേക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്നിപ്പോ ഇവിടെ കടന്ന് ബിസിനസ് ചെയ്യാനുള്ള ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. ഇനി അതിന്റെ റിസൾട്ട് എപ്പോഴും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു 1 year ഒക്കെ ആവണേ ഉള്ളൂ. തുടക്കാണ്. അതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് അധികം ഇറക്കിയിട്ടില്ല. ചെറിയ രീതിയിൽ ഇറക്കി വരുന്നേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മളെ പ്ലാനിങ്ങും. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രോബ്ലം സംഭവിച്ചത് ഞാൻ കുറെയൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ തലവര. എന്ത് ചെയ്യും? അതൊക്കെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മറക്കണം. അത് ഞാൻ മറക്കണമെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം. ആ വ്യക്തികളുമായി മാറി നിൽക്കണം. ആ വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റിന് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കണം. വീട്ടിൽ നിന്ന് കിട്ടിയ പണി തന്നെ. എൻ്റെ തോട്ട്സ് ഞാൻ ബിസിനസ് ആക്കുമ്പോൾ അതെനിക്ക് മാത്രം നല്ല ഉപകാരം, നാടിന് ഉപകാരം. അപ്പൊ ഞാൻ ഇപ്പൊ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ പേരോ മഹാദേവന്റെ നാട്. അപ്പൊ ഇവിടുത്തെ ചെലവ് മാത്രം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂം റെന്റ് 8,000. അപ്പൊ അങ്ങനെ കണക്കാക്കുമ്പോ തന്നെ ഏകദേശം 270 രൂപയുടെ മേലെ ഒരു ദിവസം ഉണ്ടാക്കണം. പിന്നെ ഖാനഗായക, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണം, വെള്ളം, തണ്ണി വെള്ളമടിക്കുക. മദ്യപാനല്ല കേട്ടോ, നോർമൽ വെള്ളം. മദ്യപാനൊക്കെ നിർത്തിയിട്ട് കുറെ കാലം. പിന്നെ ചെലവ്, യാത്രകള്, അത് ഇത് കൂടെ എങ്ങനെ നോക്കിയാലും മറ്റേ സരോജ് കുമാർ ഉദയനാണ് താരത്തിൽ പറഞ്ഞ പോലെ എനിക്കൊരു ദിവസം 1 മാസം കഷ്ടപ്പെട്ട് ജീവിക്കാൻ തന്നെ ഒരു 1.5 കോടി വരും അല്ലേ പച്ചളം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ നമ്മുടെ ചെലവ് കൂട്ടണം, ചെലവാക്കുന്നത് കൂട്ടണം. അപ്പോഴേ വരവ് വരുള്ളൂ.
അത് ഏതൊക്കെ മേഖലയിൽ കൂട്ടുന്നോ അതിനനുസരിച്ച് വരവ് വരും. രാവിലെ തൊട്ടിട്ട് വെള്ളമടിച്ച് ഫിറ്റായി നടക്കുക അതൊരു ചെലവാട്ടാ. ആ രീതിയിലുള്ള ആളുകൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നല്ല ബിസിനസ് ചെയ്ത് രാവിലെ തന്നെ നല്ല പൈൻ്റ് അടിച്ച് ക്വാർട്ടർ അടിച്ച് ദമ്മാക്കി പിന്നെ വൈകുന്നേരം അങ്ങനെയുള്ള ബിസിനസ്. ഞാനും ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ടുണ്ട്. വെള്ളം അടിച്ചിട്ടുണ്ട്, പണിയെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, വെള്ളടി നിർത്തിയിട്ടുണ്ട്, വലിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയൊരു അനുഭവം. ഈ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അതിലുണ്ടായ നഷ്ടങ്ങൾ. ഇനി ഭക്ഷണം, നോൺ വെജ് നന്നായി കഴിച്ചിട്ടുണ്ട്, വർക്കിന് പോയിട്ടുണ്ട്. പക്ഷെ തോട്ട്, ഞാൻ എന്താവണം എന്ന തോട്ട്, ഞാൻ എന്തായി തീരണം എന്ന ഒരു തോട്ടിന് തടസ്സം സൃഷ്ടിച്ചിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു വലിയ അനുഭവം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ കിടന്ന് ബിസിനസ് ചെയ്യുന്ന എൻ്റെ രീതികൾ ഇപ്പൊ കിടക്കുന്നത് വലിയൊരു സംഭവമായിട്ട് തോന്നണ്ട. അവിടെ വീട് ഒന്ന് അവിടെ ഉണ്ട്, അവിടെ ആരുമില്ല. അതടച്ചു കൂട്ടിയിട്ട് തൃശ്ശൂർ വന്ന് വാടകയ്ക്ക് എടുത്ത് വർക്ക് ചെയ്യാനുള്ള ബിസിനസ്, നോട്ട് വർക്ക്, ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം, അതിൻ്റെ റിസൾട്ടും ആണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ മറ്റേ ബ്രഹ്മകുമാരീസുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ വരുന്ന റിസൾട്ട്, അവിടെയും കാണിക്കണല്ലോ റിസൾട്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാനും വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഇനി പിന്നെ പുതിയ മേഖല പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, AI ടെക്നോളജിയാ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മകുമാരീസിലെ പഠിപ്പ്, ടെക്നോളജിയാ, പിന്നെ ഉള്ളിലുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് നടക്കുമ്പോൾ, നടന്നാലും ശരി നടന്നില്ലേലും ശരി, അത് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിയിക്കും. പിന്നെ ഇന്നലെ സ്റ്റാറ്റസിൽ പിക്സ്വേഴ്സിൽ AI ടൂൾ വെച്ചിട്ട് കുറച്ച് വിദേശി പെൺകുട്ടികൾ എൻ്റെ അതായത് ഞാനൊരു ഫോട്ടോ കൊടുത്തു, അത് വന്നിട്ട് വിദേശി പെൺകുട്ടികൾ എന്നെ കിസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ അവർ ചെയ്തു തന്നു. ഞാനത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് അറിയുന്ന പിള്ളയ്ക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയും. ജസ്റ്റ് ഒരു തമ്പനയിൽ കൊടുക്കാം, അങ്ങനെയുള്ള കുറച്ച് ഇത് കിട്ടി. ഇതിനെപ്പറ്റി അറിയാത്ത ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലപകച്ച് ആലോചിക്കുന്നുണ്ടാവും, ഇവൻ എവിടുന്നട ഇത്രയും പെമ്പിള്ളേരൊക്കെ. ഒരു പെമ്പിള്ളേരും എൻ്റെ കൂടെ ഇപ്പം ഇല്ല. വേണം, ഒരു 4-5 പെമ്പിള്ളേരൊക്കെ വേണം. അത് പെണ്ണ് കേസിൻ്റെ എപ്പിസോഡിൽ ഞാൻ വിട്ടുതരാം. കാരണം എന്താ വെച്ചാൽ സ്ത്രീകളെ പറ്റിയിട്ട് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബിസിനസ് മീൻസ് എൻ്റെ കാര്യങ്ങൾ, അതിൽ ഞാൻ നല്ല കോൺസെൻട്രേഷനാണ്. എൻ്റെ കാര്യങ്ങൾ എവിടെ എത്തിക്കണം. ഇതിൽ തടസ്സങ്ങൾ ഉണ്ടാവട്ടോ, നല്ല തടസ്സങ്ങൾ. ഒരു ബിസിനസ്സിനല്ല, എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും തടസ്സം ഉണ്ടാവും. ഇന്നലെ നമ്മുടെ ഒരു അളിയൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ട്രേഡിങ്ങിൽ കുറെ ലോസാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഡൂയിങ് അരുതാണ് അദ്ദേഹത്തിൻ്റെയാണ്. അത് ഞാൻ പ്രത്യേകം പറയും ചെയ്തു. ഒരിക്കലും ഒരു നിർദ്ദേശം ഞാനെന്നല്ല ആര് പറഞ്ഞാലും ആ നിർദ്ദേശം എടുക്കുന്നതിനേക്കാൾ ഭേദം അവനവൻ തിങ്ക് ചെയ്യുക, അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഡൂയിങ്സ് അത് ചെയ്യുക, അപ്പം സക്സസ് ആവും. പിന്നെ ആവശ്യം തന്നെയാണ്, നോളജ് ആവശ്യമാണ്, ധൈര്യം ആവശ്യമാണ്, ഡെയിലി അപ്ഡേഷൻസ്, അതായത് ഡെയിലി ചെയ്യുന്നത്, ഡൂയിങ്സ് ആവശ്യം, ധൈര്യം വേണം, നോളജ് വേണം, നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നെ സംബന്ധിച്ച് ചില ദിവസം ഈ പറഞ്ഞ പോലെ മറ്റേ സരോജ് കുമാർ പറഞ്ഞ പോലെ ഏകദേശം ഒരു 1.5 കോടി ചെലവ് വരുന്നവരല്ലേ.
എനിക്ക് എൻ്റെ കയ്യിൽ ഇത്രയും ഫണ്ട് വെച്ചിട്ട് ഇങ്ങനെ നിരന്തരം ചെയ്യാൻ പറ്റും എന്ന ഉറപ്പില് തറവാട്ടിൽ നിന്ന് കിട്ടിയ ഫണ്ട് വെച്ചിട്ട് ഇറങ്ങാൻ പറ്റൂല. നമ്മൾ ഇറക്കണം, ചെയ്യണം. ഡൂയിങ്സ് ആൻഡ് അതിനുള്ള ഒരു വകുപ്പുകൾ ഉണ്ടാക്കണം. ഉണ്ട്. വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നാണ് തിയറി എങ്കിലും ഞാൻ അതിനെ എതിർക്കും. അത് അമേരിക്കക്കാരുടെ തിയറി, ഇന്ത്യക്കാരുടെ തിയറി അതല്ല. ഇന്ത്യക്കാർക്ക് റിസോഴ്സസ് ആർ അൺലിമിറ്റഡ് എന്ന് തന്നെ ഞാൻ പറയും. വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആൾസോ അൺലിമിറ്റഡ് എന്ന് ഞാൻ പറയും. കാരണം അത്രയുണ്ട്, അവസരമുണ്ട്. ബട്ട് യൂട്ടിലൈസിങ്. ട്രേഡിങ്ങിൽ 10% ആളുകളെ വിജയിക്കുന്നു, 90% ആളുകളും ഫെയിലിയർ. ബിസിനസ്സിലും അതന്നെ. നോർമൽ ബിസിനസ്സിലാണെങ്കിൽ ഇതന്നെ അവസ്ഥ. അല്ലാതെ മാർക്കറ്റിൽ കടന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ജുൻജുൻവാല ആയാലും ശരി, അതിനപ്പുറത്ത് ജുൻജുൻവാലയൊക്കെ മരണപ്പെട്ടു പോയി. പക്ഷെ ജുൻജുൻവാലയുടെ മകനോ രാകേഷ് ജുൻജുൻവാലയൊക്കെ എപ്പോഴും ഉണ്ട്. അവർക്ക് കടന്ന് ജോലി ചെയ്താൽ മതി. കോടികൾ വെച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ വരുമാനമാണ് ഒരു ദിവസം. പിന്നെ നമ്മുടെ അംബാനി, നമ്മുടെ ടാറ്റ, പിന്നെ അങ്ങനെ നിരവധി കമ്പനികൾ, ഇവർക്കൊക്കെ കടന്ന് ജോലി ചെയ്താൽ മതി. ഇപ്പൊ അടുത്തൊരു ചെറിയൊരു ആഡ് ഉണ്ട്. ഷാറൂഖ് ഖാൻ പാൻ മസാലയുടെ ഒരു പരസ്യത്തില് ഇതായപ്പോ അതിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ട്, എത്രയും കോടികൾ ഉണ്ടാക്കിയിട്ടും ഇനി ഇതും കൂടെ വെച്ചിട്ട് കോടികൾ ഉണ്ടാക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ബിസിനസ് പ്രൊമോഷൻ ആയാലും ശരി, ബിസിനസ് ഡൂയിങ്സ് ആയാലും ശരി, എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് എത്രത്തോളം സോഷ്യലി എത്രത്തോളം ഉപകാരപ്രദമാവുന്നു ഓർ ഉപദ്രവപ്രദമാകുന്നു, ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഉപകാരപ്രദമാകുന്ന ബിസിനസ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് പതുക്കെ മതി. ഇപ്പോൾ 1%, 2%, 3% മതി. പക്ഷെ അത് സ്റ്റഡി ആയിരിക്കും. ഉപദ്രവപ്രദമാകുന്ന ബിസിനസ് ആണെങ്കിൽ, സോഷ്യലി സമൂഹത്തിന് തന്നെ ഉപദ്രവപ്രദമാകുന്ന ബിസിനസ് ആണെങ്കിൽ അതിന്റെ അതേപോലെ തന്നെ കച്ചവടം മീൻസ് ചെറിയ എമൗണ്ടിനെടുക്കുക, വമ്പൻ ലാഭം എടുക്കുക, പൊതുജനങ്ങളെ പറ്റിക്കുക, ഗവൺമെന്റിനെ പറ്റിക്കുക, അത്രയും ലെവലിലാണ് ചില ബിസിനസ് എന്നുണ്ടെങ്കിൽ അവർക്കും കുറഞ്ഞ സമയം കൊണ്ടൊക്കെ വലിയ മണിമാളിക ബിൽഡിങ് കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കാൻ കഴിയും. പക്ഷെ പണി വരുന്നുണ്ട്. നേരെ മറിച്ച് കുറഞ്ഞ രീതിയിൽ കുറച്ച് സമയം കൊണ്ട് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നു, അതും സ്പീഡിൽ ചെയ്യാൻ പറ്റും. നല്ല ബിസിനസ് കുറഞ്ഞ സമയം കൊണ്ട് ഇടപെടപെടേച്ചിട്ട് കെട്ടിപ്പൊക്കാൻ പറ്റും. അത് നല്ലതാണെങ്കിൽ, അതിലൂടെ കൊടുക്കുന്ന സർവീസ്, അതിലൂടെ കൊടുക്കുന്ന സെയിൽസ് അത് നല്ലതാണെങ്കിൽ അതിന്റെ നിലനിൽപ്പ് ജീവനാന്തം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ബിസിനസ് അത് ഇത് മറ്റേ ഷെയർ മാർക്കറ്റിൽ കുറച്ച് ഷെയർ എടുക്കുക, അതെടുക്ക് ഇതെടുക്ക് എന്നൊന്നും പറയാനല്ല ഞാൻ ഈ വന്നത്. ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സരോജ് കുമാർ പറഞ്ഞ ഒരു മാസം അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഏകദേശം 1.5 കോടി രൂപ ചെലവ് വരും. അത് സരോജ് കുമാറിന്റെ ഊള കോമഡി. പക്ഷെ ആ ഒരു ചെലവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ കാട്ടിക്കുട്ടിയ കുറേ കുതറത്തരങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മറ്റേ അവളുടെ പേരെന്താണ്, മീനേനെ കല്യാണം കഴിക്കാൻ നോക്കുന്നതും അത് വിജയിക്കാതെ പിന്നെ അടുത്ത ആളെ കല്യാണം കഴിക്കുന്നു, അതിലൂടെ അവന് കുറെ പണി കിട്ടുന്നതായിട്ടുള്ള 2 പാർട്ടായിട്ട് ഉദയനാണ് താരം കണ്ടിട്ടുണ്ട്. അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറിനിട്ട് കൊത്തിയത് തന്നെയാണ് നമ്മളെ കഥാകാരൻ. ഇത് സ്റ്റാറിനിട്ട് കൊത്തി, അപ്പൊ അത് ആരെ വേണമെങ്കിലും ആവാം, അത് ആർക്കിട്ടുള്ള പണിയോ വേണമെങ്കിലും ആവാം, എന്തോ ആവട്ടെ, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചീറ്റിങ് ഏത് മേഖലയിലായാലും. സിനിമ ഒരു നല്ല ബിസിനസ്സാണ്.
അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും ബാക്കി ടെക്നോളജികളുടെ ആണെങ്കിലും ഏതിന്റെ പിറകിലും ഒരു ബിസിനസ് ഇന്റലിജൻസ്. അപ്പൊ AI പോലെ തന്നെ BI വരുന്നുണ്ട്, ബിസിനസ് ഇന്റലിജൻസ്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് വാച്ചിങ് ആണ്. ഏതിനും പ്രധാനമായിട്ട് വേണ്ടത് വാച്ചിങ് ആണ്. ഇപ്പം ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവരെ വാച്ച് ചെയ്ത് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തി. യേശുദാസ് പാടുന്നുണ്ടെങ്കിൽ, ചിത്ര പാടുന്നുണ്ടെങ്കിൽ അവര് ആ പാട്ടിന്റെ വാച്ചിങ്, അതിന്റെ സ്വരം, ഓരോരുത്തരും ഓരോ രീതിയിൽ. ലാലേട്ടന്റെ അഭിനയത്തിന്റെ വാച്ചിങ് ആണെങ്കിൽ യേശുദാസിനോ ചിത്രയ്ക്കോ പാട്ടിന്റെ വാച്ചിങ് ആണ്. സംവിധായകർക്ക് എന്താണ്, അവർക്ക് വേണ്ട അവരുടെ ഇതെന്ന് പറയുമ്പോൾ ആ സംവിധാന മികവ് പുലർത്താനുള്ള വാച്ചിങ് ആണ്. ഡയറക്ടർ, നമ്മൾ ഏതൊരു സിനിമ കാണണമെങ്കിലും അതിന്റെ നായകൻ അറിയും, നായികയെ അറിയും, ഗാനങ്ങൾ അറിയും, പക്ക സംവിധായകന് പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവരും. പക്ഷെ ഡയറക്ടർ അത് ബാക്കിന്ന് കളിക്കുന്ന ആൾക്കാർ. ചില ഡയറക്ടേഴ്സൊക്കെ ഇപ്പോൾ പേരെടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പഴയ കാലത്ത് ഓരോരോ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ആരെ ഡയറക്റ്റ് ചെയ്ത് സംഗതി അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ അവരെന്തെങ്കിലും ആയി തീർന്നവരുണ്ടാവും, തീരാത്തവരുണ്ടായിരിക്കും. മീൻസ് ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില സിനിമയൊക്കെ എടുത്ത് അടിപൊളിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഡയറക്ടേഴ്സൊക്കെ പിന്നെ എന്താ പറയാ, പച്ചവെള്ളം കഴിക്കാൻ ഗതിയില്ലാതെ പുറത്തിറങ്ങിയിട്ടുള്ള പല കഥകൾ പോലും കേട്ടിട്ടുണ്ട്. കാരണം എന്താ, അത് ആ ബിസിനസ്സിനെ ആ രീതിയിൽ അവർ ഫോക്കസ് ചെയ്തില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില അഭിനേതാക്കളാണെങ്കിലും നല്ല ഹൈ ലെവലിൽ എത്തിയവർ പിന്നെ താഴേക്ക് പോയി ഒരു നോർമലായിട്ട് പോകും. പിന്നെ ലോ ലെവലിലേ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് പിന്നെ ഹൈ ലെവലിൽ എത്തിയിട്ട് ആ ഹൈ ലെവലിന് പിന്നെയും ഉയർന്നു ബിസിനസ് ഉയരാൻ വേണ്ടിയിട്ടുള്ളത്. സമയം ഒരുപാട് തവണ പറയുകയാണെങ്കിൽ എനിക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. സമയം ഒരുപാടല്ല സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇതിപ്പോ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അതങ്ങനെ പറഞ്ഞു പോവാം എന്ന് കരുതും. ഒരു 1.5 കോടി രൂപ തൃശ്ശൂർ ചെലവാക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് മന്ത്ലി. ഇപ്പം എൻ്റെ കയ്യിൽ 5 കാശില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനുള്ള ഒരു സോഴ്സ് ഒന്നും ഇപ്പില്ല. അപ്പോൾ ഒരു 1.5 കോടിയെങ്കിലും ചെലവാക്കണമെങ്കിൽ, തൃശ്ശൂരിരുന്ന് ചെലവാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ആസ്തി, നമ്മുടെ ബിസിനസിന്റെ ആസ്തി എവിടേക്ക് എത്തിക്കണം? അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ലെവല് മാറില്ലേ? എന്തൊക്കെ ആയാലും ഇതല്ലേ കാണാണ്ടാവുള്ളൂ. നിങ്ങൾ കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ, നല്ല ക്യാമറ, നല്ല സെറ്റിങ്സ്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിറകിൽ എന്ത് ചെയ്യും, നല്ല നല്ല ഗേൾസിനെ ഒക്കെ വെച്ച് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കി മാറ്റാം. നമ്മൾ ഏത് പടം കാണാനും നായകനെ കാണാൻ വേണ്ടി മാത്രം പോണതല്ല. അതിൽ നായികന്മാരുണ്ടാവും, വില്ലന്മാരുണ്ടാവും, വില്ലത്തികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോയുടെ ലെവലും മാറും. അതായത് നമ്മൾ ബിസിനസ് ഉയർന്നു വരികയാണെങ്കിൽ വീഡിയോയുടെ ലെവലും മാറും. വാച്ച് ആൻഡ് ലേൺ എന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഫോളോ ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധം പറയില്ല, ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം പറയില്ല. കാരണം ഓരോരുത്തരുടെ അവസ്ഥ പല രീതിയിലായിരിക്കും. ഒരിക്കലും കോപ്പി അടിക്കരുത്. കോപ്പി അടിക്കാം, ചില കാര്യങ്ങൾ കോപ്പി അടിക്കാം, ചില കാര്യങ്ങൾ കോപ്പി അടിക്കരുത്. കാരണം അത് പണി കിട്ടും. ഓരോരുത്തരുടെ വിശ്വാസം, ഓരോരുത്തരുടെ ചാരിറ്റി, അവരവരുടെ ഉള്ളിലെ ശക്തികൾ, ഗുണങ്ങൾ, അത് എല്ലാവരിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും
അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആയിത്തീരുകയാണെങ്കിൽ അതേപോലെ തന്നെ വരാൻ നിൽക്കരുത്. ഓരോരുത്തർക്കും റൂട്ടുണ്ട്. ആ റൂട്ടിൻ്റെ രീതിയിൽ സഞ്ചരിക്കുക. അതിലിരുന്നു കൊണ്ട് ഹൈ ലെവലിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുക. ഞാനൊരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എനിക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.